എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു കർത്താവ് മാഷുണ്ടായിരുന്നു. മാഷിൻ്റെ ഒരു രൂപം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കഞ്ഞി മുക്കി വടി പൊത്ത തേച്ച ഇവിടം വരെയുള്ളൊരു ഷർട്ടും നല്ല മുണ്ടും, പിന്നെ വായിലെപ്പോഴും മുറുക്കാനുണ്ടാവും മാഷിൻ്റെ, ഒരു കാലം കുടയും ഒരു തൂക്കി പിടിച്ചൊരു ബാഗും, മുടി നല്ല എണ്ണ തേച്ച് ബാക്കിലോട്ട് വടിച്ച് ചീകി, എപ്പോഴും നല്ല പ്ലസൻ്റായിട്ടായിരിക്കും സാറ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുമ്പോൾ അതിപ്പോൾ അർജുനെക്കുറിച്ചോ കൃഷ്ണനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ചരിത്ര പുരുഷന്മാരെക്കുറിച്ചോ ഒക്കെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം എന്നെ ചൂണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ഞാനാണ് നായകൻ മിക്കപ്പോഴും. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ചമ്മലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം വേറൊന്നുമല്ല, സാറ് ക്ലാസ്സിൽ വരുമ്പം തൊട്ട് അദ്ദേഹം പുസ്തകം കയ്യിലെടുക്കുന്ന ടൈം തൊട്ട് കൂടെ ഇരിക്കുന്നവരെല്ലാവരും എന്നെ നോക്കി തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്കറിയാം അടുത്ത ഏതോ ഒരു കഥാപാത്രമായിട്ട് സാർ എന്നെ ഇന്നും ഇവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം സാറിനോട് ചോദിച്ചു, അല്ല സാറേ, ഇത്രയും കുട്ടികളുണ്ടായിട്ട് ഞാൻ ഈ അഭിനയരംഗത്തുള്ള ഒരാളൊന്നുമല്ല, അപ്പോൾ സാറിന് അറിയുകയും ചെയ്യാം, എന്നിട്ടും സാർ എന്താണ് ഈ കഥാപാത്രങ്ങളെയൊക്കെ വരുമ്പോൾ എന്നെ ചൂണ്ടി പറയണമെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, എന്താണെന്നറിയില്ലടാ, ആ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിന്നെ കഥാപാത്രമാക്കാൻ എനിക്ക് തോന്നുന്നു, അതെന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു.